ചുണ്ടിൽ തേനുണ്ട് പാടാം മോഹിച്ചു നിൽപ്പാണു ഞാൻ. മോനെ മോളുടെ കൈ പിടിച്ച് വാ. കല്യാണം കാണിക്കാന്ന് പറഞ്ഞ് ഇപ്പൊ ശരിക്കും കല്യാണം കണ്ടില്ലേ നീ? ഏതായാലും ഈ അടുത്ത കാലത്തൊന്നും ആ 2 കാലിൽ എണീറ്റ് നിൽക്കാന്നുള്ളത് വേണ്ട. അതിനുള്ള പണി ഞാൻ തന്നിട്ടുണ്ട്. പിന്നെ ഇതാ നിൽക്കുന്നത് വെറും പൂജയല്ല, എൻ്റെ ഭാര്യ പൂജ പ്രേംചന്ദ്രയാ. ഇനി ഏതെങ്കിലും രീതിയിൽ നീ അവളെ ശല്യം ചെയ്തെന്ന് ഞാൻ അറിയാലോ നിനക്ക്. അപ്പം മോനൊരു കാര്യം ചെയ്, വേണ്ടപ്പെട്ടത് ആരാന്ന് വിളിച്ചിട്ട് ഇഴഞ്ഞ് വീട്ടിൽ പോകാൻ നോക്ക്. ഏതായാലും ഞങ്ങളുടെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇനി പോയിട്ട് വേണം ഫസ്റ്റ് നൈറ്റൊക്കെ. അപ്പോൾ ഞങ്ങൾ ചെല്ലട്ടെ. അവിടെ തുറച്ചു നോക്കി നിൽക്കാതെ വാ ഭാര്യയെ, വീട്ടിൽ പോകണ്ടേ നമുക്ക്. വരുന്നോ? നിന്നെ ഞാൻ എടുത്തോണ്ട് പോണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡിയാ. ഞാൻ വരുവാ. നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്ന? എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വന്നിട്ട് നീ എന്തൊക്കെയായി ചെയ്തത്? പിന്നെ ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ആണാണെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോടി? അവൻ എന്തൊരിളക്കമായിരുന്നു, അതിപ്പോൾ തീർത്തില്ലേ ഞാൻ. അവരോടുള്ള ദേഷ്യത്തിന് അവന്റെ കൈയും കാലും നിനക്ക് മതിയാവോളം നീ തല്ലി ഒടിച്ചില്ലേ? പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്തത്? എന്തോന്ന് ആ തീയിൽ 3 തവണ ചുറ്റിയതോ? പിന്നെ ഈ നെറ്റിയിലെ സിന്ദൂരം അത് തൂത്തുകളാൻ ഞാൻ പോയില്ലേ? അവൻ്റെ മുന്നിൽ വെച്ച് ഞാൻ അത് ചെയ്തപ്പോൾ നീ അവൻ്റെ മുഖം കണ്ടില്ലേ? എനിക്ക് അത്രയും മതി. പിന്നെ ഇതിത്ര സീരിയസ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. അഗ്നിക്ക് വലം വെക്കുന്നതും സിന്ദൂരം ചാത്തുന്നൊക്കെ നിനക്ക് അത്ര നിസ്സാരോ? അതിനെപ്പറ്റിയൊക്കെ നിനക്ക് അറിഞ്ഞാലല്ലേ അതിന്റെ വില എന്തെന്ന് നിനക്കറിയൂ. അവൻ്റെ മുന്നിൽ ആളാവാൻ വേണ്ടി ഞാൻ കാണിച്ചതാ. പക്ഷേ നിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് എൻ്റെ ഭാര്യയായ മട്ടുണ്ടല്ലോ. എന്താടി നിന്റെ മനസ്സിൽ ഇനി അങ്ങനെ എങ്ങാനും ഉണ്ടോ? മനുഷ്യനെ സ്റ്റേറ്റസ് വെച്ച് അളക്കുന്ന നിന്റെ ഭാര്യയാവാൻ ഞാൻ എന്തായാലും ആഗ്രഹിക്കില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ പോവാ. അവനയച്ച മെസ്സേജും വീഡിയോസും ഒക്കെ കാണുമ്പോൾ ഏതാണ്ട് വീട്ടിലിപ്പോൾ ഒരു കലഹം ഉണ്ടായിട്ടുണ്ടാവും. ചേട്ടൻ്റെ കല്യാണം മുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ കയറി പോകുമ്പോൾ അവരുടെ പ്രതികരണം ചിലപ്പോൾ മോശമായിരിക്കും. പ്രവീൺ സാറിന് എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ? സാറിന് മാത്രമല്ല, ആ ഫാമിലി ഫുള്ളായിട്ട് നമ്മളോട് ദേഷ്യത്തിലായിരിക്കും. ഒറ്റ നിമിഷം കൊണ്ട് ഇന്ന് എന്തൊക്കെയാ സംഭവിച്ചത്? മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങളല്ലേ ഇന്ന് നടന്നത്. എന്നാലും ആ പിള്ളേര് അവരിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതൊന്നുമില്ല എൻ്റെ പ്രശ്നം. എന്ത് തന്നെ ആയാലും അവർക്ക് ഓപ്പണായിട്ട് പറഞ്ഞൂടെ? നമ്മളെന്താ അവരുടെ ആഗ്രഹങ്ങൾക്ക് എതിരെ നിൽക്കുന്ന പാരൻസ് ആണോ? ആ ഫോട്ടോസും വീഡിയോസും കണ്ടിട്ടും എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു റിലേഷൻ അവർക്കിടയിൽ ഉണ്ടെന്ന്. അത്രയ്ക്ക് അഭിനയമായിരുന്നില്ലേ അവൻ നമ്മുടെ മുന്നിൽ? വീട്ടിൽ എന്ത് കാര്യവും സംസാരിക്കുന്നതൊക്കെ അവളാ. പക്ഷെ അവളുടെ ലൈഫിൽ ഈ ഒരു കാര്യം വന്നപ്പോൾ അവൾ എന്താ അത് മറച്ചു വെച്ചത്? എന്നിട്ട് ഇങ്ങനൊരു കാര്യം അവൾ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഏട്ടാ. അമ്മ. പൂജേച്ചി. നിക്ക്. എന്താ? നീ ഇപ്പോൾ ആരുടെയും പെങ്ങളല്ല, എൻ്റെ ഭാര്യയാണ്. വാ എൻ്റെ കൂടെ. ഭാര്യ? എനിക്ക് ചേച്ചിയോട് സംസാരിക്കണം. ഇവിടെ എന്നെ. ഓക്കെ ഫൈൻ. നിനക്ക് നിൻ്റെ ചേച്ചിയോട് സംസാരിക്കണമെങ്കിൽ കഴുത്തി കിടക്കുന്ന താലി ഊരി വെച്ചിട്ട് ചേച്ചിയുടെ കൂടെ പൊക്കോ. മോളെ ചിന്നു, അവൻ പറയുന്ന കേക്ക്. തൽക്കാലം മോള് ഇപ്പൊ റൂമിലേക്ക് ചെല്ലേ. നമുക്ക് പിന്നെ ചേച്ചിയോട് സംസാരിക്കാം. ചിന്നു. അമ്മ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. മിണ്ടി പോകരുത് നീ. ഈ ചതി നീ അവനോട് കാണിക്കുന്ന ഞാൻ കരുതിയില്ല. ഇന്ന് എല്ലാവരുടെ മുമ്പിലും തല കുനിച്ചാ വന്നത് അറിയോ നിനക്ക്? നിന്റെ ഏതാഗ്രഹം നടത്താൻ ഞങ്ങളെക്കാൾ മുന്നിൽ അവനല്ലേ നിൽക്കുന്നത്. നിനക്ക് ഇവളെ ഇഷ്ടമാണെങ്കിൽ അത് അവനോട് നിനക്ക് തുറന്ന് പറയായിരുന്നില്ലേ? അച്ഛാ, എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ സിറ്റുവേഷൻ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്മ കരുതുന്ന പോലെ ഒന്നുമല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പൂജ, എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. നിന്റെ നെറ്റിയിലെ സിന്ദൂരം അതാരാ തൊട്ടത്? അമ്മ, അതൊക്കെ ഞാൻ പറയാം. ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എനിക്ക് വേറെ ഒന്നും കേൾക്കണ്ട. ഞാൻ ചോദിച്ചത് ഈ നെറ്റിയിൽ ആരാ സിന്ദൂരം തൊട്ടത് അത് മാത്രം പറ. അതമ്മ പ്രേം. ആന്റി, തൊട്ടു പോകരുത് അവളെ. പ്രേം, നീ ഒന്ന് മിണ്ടാതിരിക്കെ. അവളുടെ മോളെ
അവള് തൊട്ട് നിനക്കെന്താടാ? നീ ആരെങ്കിലും ഇടപെടാൻ? അവൾ പറഞ്ഞില്ലേ ആ സിന്ദൂരം തൊട്ടത് ഞാനാണെന്ന്. അപ്പം ഞാൻ ആരാണെന്ന് അമ്മയ്ക്കിനി പ്രത്യേകം പറഞ്ഞു തരണോ? മിണ്ടി പോരുത് നീ. അപ്പൊ മനപ്പൂർവ്വം രണ്ടും കൂടെ ചെയ്തു കൂട്ടിയതാണ് ഇതൊക്കെ അല്ലേ? നീ ആരാന്നാടാ നിന്റെ വിചാരം? ആന്റി, ഞാൻ പറയുന്നത് കേക്ക്. പൂജ മോളെ, നിന്നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്ക് രണ്ടാൾക്കും എന്ത് വേണമെങ്കിലും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ ചീപ്പായി പോയി. ഒക്കെ ചെയ്തു കൂട്ടിയിട്ട് അവൻ നമ്മുടെ മുന്നിൽ സൗണ്ട് ഉണ്ടാക്ക. ചെയ്യേണ്ട തോന്നിവാസം മൊത്തം ചെയ്തു കൂട്ടിയിട്ട് അവൻ നിന്ന് പ്രസംഗിക്കുന്ന കണ്ടില്ലേ? എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ശരി, ഞാൻ ഇവിടുന്ന് പോയി തരാം. പോരെ? ഇനി എൻ്റെ തോന്നിവാസം ഒന്നും കണ്ട് എൻ്റെ അമ്മ വിഷമിക്കണ്ട. ഞാൻ പോവുക, ഇനി ഇങ്ങോട്ടേക്ക് വരില്ല. ഒന്ന് നിന്നേ, എങ്ങോട്ട് പോവാ? ഒന്നിനെ കെട്ടിക്കൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നില്ല, അത് ആര് നോക്കും? നീ പോകുമ്പോ അതിനെയും കൂടെ കൊണ്ടുപോ. എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? കൂടെ കൊണ്ടുപോയാ നട റോട്ടിൽ നിൽക്കേണ്ടി വരും. അതവന് നല്ലതുപോലെ അറിയാം. എന്നോട് വായിട്ടളിക്കുന്ന പോലെ അല്ലല്ലോ ഒരു പെണ്ണിനെ കെട്ടി പോറ്റുന്നത്, അല്ലേ? പൂജയുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്താൻ അറിയാമെങ്കിൽ അവളെ നോക്കാനും എനിക്ക് പറ്റും. പൂജ ബാ. എന്റെ പൊന്നപ്പുരം, നീ ഒന്ന് കാമാവ്. അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല, നമ്മളെ വേണം പറഞ്ഞു കൊടുക്കാൻ. ഇങ്ങനെ കിടന്ന് തുള്ളിയ അവരെങ്ങനെ ഇത് മനസ്സിലാക്കും? ഇനി പറയാനും കേൾക്കാനൊന്നുമില്ല. അവർക്ക് കേൾക്കാൻ താല്പര്യവുമില്ല. പറയാൻ എനിക്കും. വാ എൻ്റെ കൂടെ. വരാൻ. പ്രേം, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്റെ കൈ വിടാണ്ട. പിന്നെ നിങ്ങളോട് കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ നിങ്ങൾ എന്നെ തേടി വരും. അപ്പം നമുക്ക് സംസാരിക്കാം. പൊക്കോ. കറങ്ങി തിരിഞ്ഞ് രണ്ടും എവിടെ വരെ പോവും? അഞ്ചു, പിള്ളേരൊറ്റയ്ക്ക്. അഞ്ജു, അവർക്ക് പറയാനുള്ളത് എന്താന്നുള്ള സമാധാനം കേൾക്കായിരുന്നു. അവൻ തുള്ളിക്കൊണ്ട് നിൽക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ മനുഷ്യ? ഇനി എന്ത് കേൾക്കാൻ? പോയിട്ട് വരട്ടെ. എന്നാലും രണ്ടും എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല രണ്ടിനെയും. നിന്റെ ആരെങ്കിലും ചത്തോ? എന്തിനാ ഇങ്ങനെ 24 മണിക്കൂറും മൂങ്ങിക്കൊണ്ടിരിക്കുന്നേ? നിങ്ങൾക്ക് എന്താ? ഞാനല്ലേ കരയുന്ന? എന്റെ ചേച്ചി എടുത്ത് സംസാരിക്കാൻ പോലും നിങ്ങൾ എന്നെ വിട്ടില്ല. നിന്നെ ഞാൻ പിടിച്ചൊന്നും വെച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞതല്ലേ ആ താലി ഊരി വെച്ചിട്ട് നിന്റെ ചേച്ചി എടുത്തോ ചേട്ടൻ്റെ അടുത്തോ ആരെടുത്ത് വേണമെങ്കിലും പോവാൻ. എന്തേ പോവാത്തത്? പോവായിരുന്നില്ലേ? അഞ്ചു ആൻറ്റി പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഈ റൂമിനകത്ത് വന്നത്. നോക്കിക്കോ, എൻ്റെ ചേച്ചിയെ കണ്ട ഞാൻ അപ്പം ഈ താലി ഇവിടെ ഊരി വെച്ചിട്ട് ഇറങ്ങിപ്പോവും. നോക്കിക്കോ. അയ്യോ സന്തോഷം. എന്നാ അതാ നല്ലത്. ഈ മോങ്ങൽ കേൾക്കണ്ടല്ലോ എനിക്ക്. വേഗം പോയിത്താ. കുറേ നേരം ആയാലോ നമ്മൾ എങ്ങോട്ടാ പോകുന്ന പ്രേം? എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയില്ല. പ്രേം, വേണ്ട, ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്ക്. എനിക്കൊന്ന് സംസാരിക്കണം നിന്നോട്. ആ പ്രേം, താൻ എന്നെ വീട്ടിലേക്ക് വിട്ടേക്ക്. അമ്മയോട് എങ്ങനെയെങ്കിലും ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. അമ്മയ്ക്ക് മനസ്സിലായ അമ്മ അഞ്ചു ആൻറ്റിയെ വിളിച്ച് പറയും. പിന്നെ ആൻറ്റി നിന്നെ വന്ന് വിളിച്ചോളൂ. എന്നിട്ട് നിന്നെ നോക്കാൻ വയ്യാത്തോണ്ട് ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കിയെന്ന് എൻ്റെ അമ്മ പറയാനോ? പറ്റില്ല. അവരായിട്ട് വന്ന് സംസാരിക്കുന്നവരെ നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല. ഞാനും എങ്ങോട്ടും പോവില്ല. ഇനി എന്ത് മനസ്സിലാക്കാൻ പറയാൻ വന്നപ്പോൾ അതൊരു കേൾക്കാൻ നിന്നോ? ഇല്ലല്ലോ. അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ നമ്മൾ തെറ്റുകാരാം. ഇത് നിനക്കറിയാന്നുള്ളതല്ലേ? പിന്നെ ചിന്നു 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 സാറും കല്യാണം കഴിച്ചു എന്നാണ് തോന്നുന്നത്. എനിക്ക് അവളെ അവിടെ നിന്ന് കൊണ്ടുവരണം. അവളുടെ കരച്ചിൽ ഇപ്പോഴും എൻ്റെ ചെവി കേൾക്കുന്നുണ്ട്. അപ്പോൾ നീ വീട്ടിലേക്ക് പോയി അമ്മയോട് സംസാരിച്ചിട്ട് എൻ്റെ ഏടനെയും ചിന്നുനെയും പിരിക്കാനാണോ നോക്കുന്നത്? ഏതായാലും അവരെ കല്യാണം കഴിഞ്ഞു. ഇനി അവരൊരുമിച്ച് ജീവിക്കും. നീ എന്തൊക്കെയാ പറയുന്നത്? കല്യാണോ? എനിക്കുറപ്പാ ആ സിറ്റുവേഷനിൽ പ്രവീൺ സാറ് നാണം കിടാതിരിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ അവളെ കല്യാണം കഴിപ്പിച്ചതാ. അവൾ പഠിക്കുന്ന കുട്ടിയാ. അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഞാൻ കാരണം അവളുടെ ജീവിതം ഇങ്ങനെയാവാൻ ഞാൻ സമ്മതിക്കില്ല. വീട്ടിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് അവളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. പിന്നെ കല്യാണം, എൻ്റെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയപ്പോൾ നീ എന്നെ ആത്മാർത്ഥമായിട്ടാണ് കല്യാണം കഴിച്ചതല്ലോ. അതുപോലെ തന്നെയാ പ്രവീൺ സാറ് താലി കെട്ടിയതും. അതൊന്നും എനിക്കറിയില്ല. നാട്ടുകാരുടെ മുമ്പിൽ ഒരിക്കൽ എൻ്റെ ഏട്ടൻ നാണം കെട്ടതാ. ഇനി അവളെ വീട്ടിൽ പോയി നിന്നാൽ അതെൻ്റെ ഏട്ടൻ്റെ സ്റ്റേറ്റസിനെ ബാധിക്കും. ഞാൻ സമ്മതിക്കില്ല. എന്നിട്ട് നീ അവളെ വിളിച്ചുകൊണ്ട് പോകാനാണ് തീരുമാനിക്കണമെങ്കിൽ ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. ഞാൻ സ്നേഹത്തിലായിരുന്നു എന്നും നമ്മൾ മനഃപൂർവ്വം ഓടിപ്പോയി കല്യാണം കഴിച്ചതാന്നു. ഇപ്പം ഇവനോടൊന്നും പറയണ്ട, അതാ നല്ലത്. പറയാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ വാക്ക് അവർ കേട്ടില്ല. അവരിനി ഇങ്ങോട്ടൊന്നും കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. അതുവരെ നിന്നെയും ഞാൻ വിടില്ല. നോക്കോ. ശരി, ഞാനെങ്ങും പോകുന്നില്ല. നീ എന്നെ എവിടെ കൊണ്ടുപോകും? ഈ നടുറോട്ടിൽ നീ കിടക്കുന്ന പോലെ ഞാനും കിടക്കണോ? അത് പിന്നെ എവിടെയെങ്കിലും നമുക്ക്
നിന്ന് തപ്പണ്ട. ഫോൺ ഉണ്ടെങ്കിൽ താ. എൻ്റെ ഫോണ് ആ ബഹളത്തിൻ്റെ ഇടയിൽ കളഞ്ഞുപോയി. ഞാൻ സഞ്ജുവിനെ വിളിച്ച് എനിക്ക് ഏതെങ്കിലും അപ്പാർട്ട്മെൻറ്റ് കിട്ടുമോ നോക്കട്ടെ. അവനാകുമ്പോൾ എങ്ങനെയെങ്കിലും ഒപ്പിച്ചേരും. ഓഹോ അങ്ങനെയാണല്ലേ, എന്നാൽ ഞാൻ ഫോൺ തരൂല. നിനക്ക് മാത്രം അപ്പാർട്ട്മെൻറ്റ് നോക്കണം അല്ലേ? എനിക്കിവിടെ ഒന്ന് ഒപ്പിച്ചേരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ എൻ്റെ ഫോൺ തരും. അല്ലെങ്കിൽ നീ ആരെയും വിളിക്കണ്ട. നീ പണ്ടേ സ്വന്തം കാര്യം നോക്കുന്നവളാണെന്നറിയാം. ഓ, നിനക്കൂടെ നോക്കാം. നീ ആ ഫോൺ ഇങ്ങെടുക്ക്. അവനോട് ആദ്യം കാര്യം പറഞ്ഞാലല്ലേ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റൂ. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം. ഒരു ഹിന്ദി സീരിയൽ കണ്ടു കഴിഞ്ഞ ഒരു ഫീലുണ്ട്. പിന്നെ അപ്പാർട്ട്മെന്റിന്റെ കാര്യം അറിയാലോ, ഇപ്പൊ ഒന്നും ഒഴിവല്ല. പിന്നെ എന്റെ ബിൽഡിങ്ങിന്റെ അടുത്തൊന്നുണ്ട്, പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? എന്താണെങ്കിലും നീ പറ. വാടക കൂടുതലാണോ? സാരമില്ല, നീ അതെനിക്ക് ഒപ്പിച്ച. എന്നിട്ട് ഇവൾക്ക് ഏതെങ്കിലും ലോക്കൽ അപ്പാർട്ട്മെൻറ്റ് എടുത്ത് കൊടുത്തോ. പൈസ എത്രയാണെങ്കിലും ഞാൻ തന്നോളാം. ലോക്കൽ അപ്പാർട്ട്മെന്റോ? നിജ മറ്റൊക്കെ കൊണ്ട് കുറ പട്ടി ചെണ്ടി. ക്യാഷ് ഒന്നുമല്ല. ഇപ്പോൾ ബാച്ചിലേഴ്സിന് ഒരു അപ്പാർട്ട്മെന്റ് കിട്ടുക എന്ന് പറഞ്ഞത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ എൻ്റെ ബിൽഡിങ്ങിൻ്റെ അടുത്തൊന്നും ഉണ്ട്. ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് അവർ ഫാമിലിക്ക് മാത്രമേ കൊടുക്കൂ. റെന്റിനാണെങ്കിലും അതിനകത്ത് ഫുൾ സാധനങ്ങളുണ്ട്, ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഫാമിലിക്ക് കൊടുക്കോളൂ? അതെങ്ങനെ ശരിയാവും സഞ്ജു? ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. പക്ഷേ പ്ലാൻ കേട്ടതും രണ്ടും കൂടെ എന്നെ ചവിട്ടിയെടുത്ത് എറിയരുത്. ഇല്ല, എന്താ നിന്റെ പ്ലാൻ? അത് പറ. ആദ്യം നീ പ്ലാന് പറ, എന്നിട്ട് ചവിട്ടി വരണോ വേണ്ടേ നോക്കാം. ഇപ്പോൾ 2 അപ്പാർട്ട്മെന്റ് ഒക്കെ നോക്കാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല എൻ്റെ ഇതിൽ ഒരാൾക്ക് കയറാൻ പറ്റൂ. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യും? സോ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഫാമിലി ആണെന്ന് പറഞ്ഞ് അവിടേക്ക് വാ. നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ പ്രശ്നം സോൾവ് ആകുമ്പോഴത്തേല് നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാമല്ലോ. അതുവരെ ഫാമിലി ആയിട്ട് നിങ്ങൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവന്റെ കൂടെ ഒരു ഫാമിലി ആണെന്ന് പറഞ്ഞ് ജീവിക്കുന്നതിനേക്കാളും ചാവുന്നതാണ് നല്ലത്. ഇവളെൻ്റെ ഫാമിലിയാണെന്ന് പറയുന്നതിനേക്കാളും ഞാൻ ഏതെങ്കിലും പൊട്ടക്കണ്ടിലെടുത്ത് ചാടുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല, രണ്ടുപേരും ഇത്രയും ആലോചിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതൂടെ പോയാൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും റോഡ് കിടക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. എനിക്കും പ്രശ്നമൊന്നുമില്ല സഞ്ജു, ഞാനും ഓക്കെ. എന്നാ വാ, ഞാൻ അപ്പാർട്ട്മെന്റ് കാണിച്ചു തരാം. അതെ, ഞാനൊരു കാര്യം ഇപ്പോഴേ പറയാം. ഇതിന്റെ ഓണേഴ്സിന് നിങ്ങളുടെ മേൽ എന്തെങ്കിലും സംശയം ഉണ്ടായാൽ അവരപ്പ ചവിട്ടി പുറത്താക്കും. അവർ ഫാമിലിക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ കിടന്ന് അടി ഉണ്ടാക്കരുത്. ഞാൻ അടി ഉണ്ടാക്കില്ല. നീ നിന്റെ കൂട്ടുകാരിയോട് പറ അടി ഉണ്ടാക്കരുതെന്ന്. ആര് പറഞ്ഞു താൻ അടിയുണ്ടാക്കില്ലെന്ന്? ഒന്നിനു മുമ്പ് ചാടിത്തുള്ളി താനല്ലേടോ മെക്കിട്ട് കയറുന്ന. അതിന്റെ ഗുണം കൊണ്ടാ ഇപ്പൊ നടുറോട്ടി നിൽക്കുന്ന. ആര് പറഞ്ഞു കൂടെ ഇറങ്ങി വരാൻ? നിനക്ക് അവിടെ തന്നെ നിന്നാ പോരായിരുന്നു. അല്ലെങ്കിൽ തന്നെ നീ കാരണം ഞാൻ ഈ നടുറോട്ടി കയറി നിൽക്കുന്ന അവസ്ഥ. എന്തവസ്ഥ? ഞാനായിപ്പോ പെട്ടത്. നിന്റെ കൂടെ വന്നും പോയി. അതെ, അടി വെച്ച് കഴിഞ്ഞെങ്കിൽ മുകളിലോട്ട് വാ, അപ്പാർട്ട്മെന്റ് കാണിച്ചു തരാം. സഞ്ജു, ഈ പിള്ളേരെയാണോ നീ പറഞ്ഞത് വാടകയ്ക്ക് വരൂന്ന്? അതെ ചായ, ഇവരെയാ ഞാൻ പറഞ്ഞത്. ഇന്നാ കല്യാണം കഴിഞ്ഞ വീട്ടില് കുറച്ച് സീനാ. അപ്പോ തൽക്കാലം ഒന്ന് താമസിക്കാൻ വേണ്ടി അവർക്കൊരു റൂം. അതാ. അതിനെന്താ, ലവ് മാരേജ് ആണല്ലേ, നമ്മളെ പോലെ അടി. അത് പിന്നെ രണ്ടിനെയും കണ്ടാലും പറയൂലേ പ്രേമിച്ച് ഒളിച്ചോടി വന്നതാന്ന്. രണ്ടുപേരെയും കാണാൻ നല്ല ചേർച്ചയുണ്ട്. നല്ല ചേർച്ച, കുറച്ചുകൂടെ കഴിയട്ടെ. അല്ല, മോളെന്താ ഇത്ര ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന? ശരിക്കും നിങ്ങൾ കല്യാണം കഴിച്ചല്ലോ അല്ലേ? അതെ, ഞാനും ശ്രദ്ധിച്ചു. ഈ പെണ്ണും പിള്ളക്ക് എന്തൊക്കെ അറിയണം. ഇങ്ങോട്ട് വാടി. അത് ഇവൾക്ക് കുറച്ച് നാണോ, അതുകൊണ്ടാ. പെൺകുട്ടിയല്ലേ, മുമ്പ് എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളെ വീട്ടിലും ഞങ്ങളെ കല്യാണം അക്സെപ്റ്റ് ചെയ്തില്ല. പിന്നെ ഞങ്ങൾ ഒളിച്ചോടി. ഞങ്ങളെ വീട് നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടല്ലോ. ഓ അതിനെന്താ, വൃത്തിയുടെ കാര്യത്തില് ഞാൻ ഇവളും പണ്ടേ നീറ്റാ അല്ലേടി? അതെ അതെ. ചേട്ടത്തി ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ ഈ വീട് സ്വന്തം വീട് പോലെ നോക്കും. എന്നാ പിന്നെ ഇന്ന് എന്നെ കയറി താമസിച്ചോ. പിന്നെ ഇത് ഫുൾ ഫർണിഷ്ഡ് ആണ്. നിങ്ങൾക്കൊന്നും പുറത്തുനിന്ന് വാങ്ങേണ്ടി വരില്ല. വാടക കൃത്യമായിട്ട് എനിക്ക് കിട്ടണം. അല്ലെങ്കിൽ അറിയാലോ, എന്റെ പൊന്നു ബെന്നിച്ചായോ, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. രണ്ടുപേർക്കും ജോലിയൊക്കെ ഉണ്ടെന്നേ. ഞാൻ പറഞ്ഞില്ലേ, വീട്ടില് ചെറിയൊരു ഇഷ്യൂ, അതുകൊണ്ടാ. ഏയ്, എന്ത് ഇഷ്യൂ? രണ്ടുപേർക്കും ഒരു കുഞ്ഞിക്കാല് കാണുമ്പോ വീട്ടുകാരൊക്കെ വന്ന് ചേർന്നോളും. അതെ അതെ, കുഞ്ഞിക്കാല്. ഈ പെണ്ണും പിള്ളക്ക് വേറൊന്നും പറയാനില്ലേ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാ മക്കളെ. ശരി. മാറി നിക്കട്ടെ തണ്ടി. ഇതേ, ഞാനൊരു കാര്യം പറയാം. തൊട്ടപ്പുറത്താ അവരുടെ റൂം. ഇതിനകത്ത് നിങ്ങൾ അടികൂടിയ തൊട്ടപ്പുറത്താ അവർ ഓടിയെത്തും ഇവിടെ. പിന്നെ പുറത്താക്കും പിടിച്ച്. അപ്പൊ ശരി, നിങ്ങളെ പുതിയ വീട്ടിട്ട് അഡ്ജസ്റ്റ് ആവുക. ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് പണിയുണ്ട്. നാളെ ഓഫീസും ഉണ്ട്. ശരി സഞ്ജു, ചെല്ല്.
പൂജ, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫോണുണ്ട്, സെക്കൻഡ് ഹാൻഡ്, നിനക്ക് ഞാൻ അത് ഒപ്പിച്ചുതരാം. തൽക്കാലം എന്നെ വിളിക്കാലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തൊട്ടടുത്ത എൻ്റെ ഫ്ലാറ്റ്, നീ വന്നിട്ടുള്ളതല്ലേ, അവിടേക്ക് വന്നാൽ മതി. അപ്പോൾ പ്രേം, ഞാൻ പോട്ടെ, നാളെ ഓഫീസിൽ വെച്ച് കാണാം. ബൈ. ബൈ സഞ്ജു.